ഗൈസ്, വെൽക്കം ബാക്ക് ടു എക്സസറി. ഇന്ന് നമ്മൾ ഒരു പെസ് ഗെയിമുമായിട്ടാണ് വന്നിരിക്കുന്നത്. മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആദ്യമായിട്ട് എൻ്റെ ടീം ഞാൻ കാണിച്ചത്, നിങ്ങളുടെ ടീം തരാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇതാണ് എൻ്റെ ടീം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടീമാണ്. എൻ്റെ ഫോർമേഷൻ 3-1-2-4 എൻ്റെ ഫോർമേഷൻ. അപ്പോൾ നമ്മളിന്ന് ഈ ഫുട്ബോൾ ലീഗാണ് കളിക്കാൻ പോകുന്നത്. ഞാൻ ഡിവിഷൻ 9 അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കളി നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു മാച്ച് കളിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ UID കമൻറ്റ് ചെയ്താൽ, എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം ഞാൻ നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കാൻ അവസരം തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ 2 മാച്ച് കൊടുത്തിട്ടുണ്ട്. മാച്ച് ഈസ് പ്രോഗ്രസ്. അപ്പോൾ നമ്മൾ മാച്ച് പ്രോഗ്രസ് ആയിട്ടുണ്ട്. നമ്മുടെ പെർസിബായ് എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് നമ്മളെ കളിക്കാൻ വന്നേക്കുന്നത്. അപ്പോൾ അവൻ്റെ ടീം നമുക്കൊന്ന് നോക്കാം. ഇത്ര നേരം ബ്ലാങ്ക് ഔട്ട് ആയിരിക്കുമായിരുന്നു, ലാഗ് കാരണം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ക്യാപ്റ്റനായിട്ട് നെയ്മറും. അപ്പുറത്തെ ടീമിൻ്റെ ഇതാണ് എൻ്റെ ടീം. പിന്നെ അപ്പുറത്തെ ടീം ഇപ്പോൾ കാണിക്കുന്നത് ഇതാണ് അപ്പുറത്തെ ടീം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടീമാണ് അപ്പുറത്ത് കൊടുത്തേക്കുന്നത്. അവൻ നല്ല പ്ലേയേഴ്സൊക്കെ ഉണ്ട്. അവൻ ഡെവലപ്പ് ചെയ്യാത്തതാണ് അവൻ്റെ കുഴപ്പം. അപ്പോൾ ഇത്രയും ബാഗ് നമുക്ക് ബ്ലാങ്ക് ഔട്ട് ആയിരിക്കുകയാണ്. അപ്പം ഞാനിപ്പം എഡിറ്റ് ചെയ്യാൻ എടുത്തേക്കുന്ന ആപ്പിൻ്റെ പേര് ഇൻഷോട്ട് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് സ്ക്രീൻ റെക്കോർഡർ ഹൈറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പിലാണ്. ഇപ്പം ഇത്ര ആപ്പാണ് ഞാൻ കളിക്കാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കളി എങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായി. എൻ്റെ ഈ ഫോണിൽ ലാഗൊക്കെ. അപ്പോൾ അതെ, അവന്മാരുടെ ടീം എൻ്റെ സെൻറ്റ് ജോൺസ് FC അവന്മാരെ പെർഫെക്റ്റ് ലീഗ് എന്ന് പറഞ്ഞിട്ടൊരു ആണ് അവന്മാരുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ കളി എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെയും ബ്ലാങ്ക് ഔട്ട് ആകുന്നുണ്ട്. നമ്മുടെ പെസ്സിന് ഇങ്ങനൊരു കുഴപ്പമുണ്ട്, എപ്പോഴും ബ്ലാങ്ക് ഔട്ട് അടിക്കും. ഇപ്പോൾ നമ്മൾ ഇൻ മാച്ചാണ്. അവന്മാരുടെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് അവന്മാരുടെ ഷോട്ട് PSP ആണ്. ഇപ്പോൾ നമ്മുടെ വാണ്ടയ്ക്ക് ഒരു പാസ് മുഹമ്മദ് സലാ നല്ല സ്കില്ലൊക്കെ അവിടെ ഇടുന്നുണ്ട്. നമ്മുടെ മുഹമ്മദ് സലാ നല്ല സ്കില്ലൊക്കെ ഇട്ട് കളിക്കുകയാണ് അവിടെ. മുഹമ്മദ് സലാദെ ഒരു വിഷയം പാസ്, ബട്ട് അത് എതിർ ടീമിൻ്റെ കയ്യിലാണ് കിട്ടിയത്. അങ്ങനെ ആട്ടി ആ ബോൾ നമ്മുടെ കമാവിങ്ക എടുത്തില്ല. നമ്മുടെ റൗളും എടുത്തില്ല. നെയ്മർ ജൂനിയർ ഒക്കെ കമാവിങ്കം തന്നെ ആ ബോൾ എടുത്തിട്ടുണ്ട്. അതിന് സുനിൽ ഛേത്രി എംബാപ്പയ്ക്ക് ഒരു ഓഫ് സൈഡ് ഗായ്സ്. അത് ഓഫ് സൈഡായിരുന്നു. അത് ഞാനിപ്പോൾ ഓഫ് സൈഡായിരുന്നു, സത്യമായിട്ട് ഓഫ് സൈഡാണ്. എല്ലാവരും ചെയ്തിട്ട് നല്ലൊരു ഗോളൊക്കെ എംബാപ്പ ശ്രദ്ധിച്ചേനെ. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ ടീമിൻ്റെ ഗോൾ കീപ്പർ കിടക്കുകയാണ്. എംബാപ്പ പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അവൻ നല്ലൊരു കിക്ക് എടുത്തേക്കാണ്. അത് നമ്മുടെ ടീമിൻ്റെ കയ്യിലല്ലായിരുന്നു, അവന്മാരുടെ ടീമിൽ തന്നെ കിട്ടിയേക്കാണ്. പിന്നെ നമ്മുടെ എഡൻ ഹസാർഡ്, പിന്നെ ലിയോണൽ മെസ്സിക്ക് കൊടുക്കുന്നു. ലിയോണൽ മെസ്സി സുനിൽ ഛേത്രി എംബാപ്പെ ഗോനോ ഗായ്സ്. എംബാപ്പെ രണ്ടാമത്തെ മിസ്സിലേക്ക് കടക്കുകയാണ്. എംബാപ്പ 2 മിസ്. അത് നല്ല കളിയായിരുന്നു. പക്ഷേ എംബാപ്പ അത് മിസ് എടുക്കുമെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ല. പക്ഷേ അത് മിസ് വീണിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കമാവിങ്ക നെടും തൂണായിട്ട് ഇതാവാൻ പിന്നെയും ബോളിലൊക്കെയാണ്. പിന്നെ നമ്മുടെ സുനിൽ ഛേത്രി ഒരു ഗോൾ ഗൈസ്. സുനിൽ ഛേത്രി സെലിബ്രേഷൻ ഒറ്റ പ്രശ്നം കാണിച്ചു തരാം. പിന്നെ സുനിൽ ഛേത്രിയാണ് എങ്ങനെ എടുത്തതെന്ന് ചോദിച്ചാൽ ഞാൻ 30 രൂപ കൊടുത്താണ് സുനിൽ ഛേത്രിൻ്റെ പെസ്സിനകത്ത് എടുത്തത്. സുനിൽ ഛേത്രിനെ മാക്സിമം എടുക്കാതെ ഗൈസ്. നല്ലോണം കളിക്കുന്ന ഒരു പ്ലെയറാണ് സുനിൽ ഛേത്രി. നല്ല വിഷയമായിട്ട് കളിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് സുനിൽ ഛേത്രിയുടെ കളി കാണാൻ പറ്റാൻ മനസ്സിലാവും. ഇതിനകത്ത് കുറേ ഗോൾ അടിക്കുന്ന സുനിൽ ഛേത്രി തന്നെയാണ്. സുനിൽ ഛേത്രി നല്ല ഡിഫൻഡൊക്കെ ചെയ്യുന്നതാണ്. പിന്നെയും എംബാപ്പെ സുനിൽ ഛേത്രി രണ്ടാമത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ്. അത് ഞാൻ സ്കിപ്പ് ചെയ്ത് വിടുന്നു. ഞാൻ പറഞ്ഞായിരുന്നു ഒറ്റ പ്രാവശ്യം കാണിക്കത്തുള്ളത്. അപ്പോൾ അതെ, നമ്മൾ 2 മുട്ട എന്നുള്ളൊരു ഇതിനകത്ത് 18 മിനിറ്റിൽ 2 മുട്ട എന്നുള്ളതായിരിക്കും. പിന്നെയും എംബാപ്പയുടെ കയ്യിൽ ബോൾ കിട്ടുന്നു. എംബാപ്പ പിന്നെയും ഗോളൊക്കെ കൊണ്ട് കളയുകയാണ്. പിന്നെ സുനിൽ ഛേത്രി എടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നു. ഗോൾ കീപ്പർ വലിച്ചു കളയുന്നു. പിന്നെയും ജോ പെട്രിക്കോ, പിന്നെ നെയ്മർ എംബാപ്പെ സുനിൽ ഛേത്രി അടിച്ച് വെളിയിൽ കളയുന്നു. സുനിൽ ഛേത്രിയുടെ ഫസ്റ്റ് മിസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹാഫ് ടൈം ആയിട്ടുണ്ട്. ഹാഫ് ടൈമിൽ 3 മുട്ടയാണ്. ഹാഫ് ടൈം നമ്മൾ ഹാഫ് ടൈമൊക്കെ സെറ്റായിട്ട് കളിച്ചിട്ടുണ്ട്. ഹാഫ് ടൈമിനകത്ത് ഫസ്റ്റ് കിക്ക് അവന്മാരെടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ കഴിയാൻ എംബാപ്പെ മുഹമ്മദ് സലേ സുനിൽ ഛേത്രി ഗൈസ്. സുനിൽ ഛേത്രിയുടെ അതിമനോഹരമായിട്ടുള്ളൊരു വണ്ടർഫുൾ ഗോളാണ് നിങ്ങളിവിടെ കണ്ടത്. അടുത്തത് 90 മിനിറ്റിലെ ഒരു കളിയാണിത്. 8 മുട്ട എന്നുള്ളൊരു സമാസമ പോരാട്ടത്തിൽ
സമ പോരാട്ടത്തിൽ ഇതാ വാണ്ടയ്ക്ക് ബോൾ എടുത്തിരിക്കുന്നു. മുഹമ്മദ് സലേ സലേ സുനിൽ ഛേത്രി യോ ഗായ്സ് ജസ്റ്റ് മിസ് മൂവ്. എംബാപ്പെ ഈ കളി ഗോളൊന്നും അടിച്ചിട്ടില്ല ഗൈസ്. പക്ഷേ എംബാപ്പെ നല്ലോണം കളിക്കുക. അടുത്തതിനകത്തേക്ക് എംബാപ്പേനെ കൊണ്ട് ഗോൾ എടുപ്പിക്കുന്നതായിരിക്കും. നമ്മുടെ എംബാപ്പെ എന്ന് വെച്ചാൽ നല്ലൊരു പ്ലെയറാണ് ഗൈസ്. കാരണം എംബാപ്പയുടെ ഫോർമേഷൻ നാം ഇടുവാണെങ്കിൽ 3-1-2-4. എംബാപ്പെ സുനിൽ ഛേത്രി സല മെസ്സി ഹസാർഡ് ഇവർക്ക് 4 പേർക്കും കളിക്കണമെങ്കിൽ നമ്മളുടെ 3-1-2-4 ഇട്ടേ പറ്റത്തുള്ളൂ. പിന്നെ ഈ റൗളിനെയൊക്കെ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ അടുത്ത വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും. അടുത്ത വീഡിയോ നമ്മളൊരു പാക്ക് ഓപ്പണിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ വേറൊരു കളിയായിരിക്കും, 1 vs 1 അങ്ങനത്തെ ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കൂടെ കളിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് UID കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾക്കിത് ഇത്രയും പേരെ ലെവലപ്പ് ആയിട്ടുണ്ട്. എഡ്രിയൽ കമാവിംഗം, വാണ്ടയ്ക്ക്, ജോയൽ ഗഡ്, എസൻ ഹസാർഡ്. അപ്പോൾ ഇത്രയുള്ള ഗായ്സ്. ബൈ ബൈ ഗായ്സ്.